ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയത് ഫ്ലോ ചാർട്ടിനെ കുറിച്ചാണ്. ഫ്ലോ ചാർട്ട്സ് അതിൻ്റെ ഡിഫറെൻറ്റ് സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നതും പിന്നെ ആ സിമ്പിൾസ് വെച്ച് നമ്മൾ 3-4 എക്സാമ്പിൾസും ഒക്കെ കണ്ടു. ഓക്കെ, ഇനി ഒരു ലെവൽസ് ഓഫ് ഫ്ലോ ചാർട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ എന്താണ്, 2 ലെവൽസ് ഓഫ് ഫ്ലോ ചാർട്ട്സ് ആണുള്ളത്. ഓക്കെ, മാക്രോ ഫ്ലോ ചാർട്ടും മൈക്രോ ഫ്ലോ ചാർട്ടും. മാക്രോ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ആ ഫ്ലോ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ കുറച്ച് ഡീറ്റെയിൽസ് ആ ഒരു പ്രോബ്ലത്തിനെ സംബന്ധിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ കാണുള്ളൂ. അതായത് മെയിൻ സെഗ്മെൻറ്റ്സ് ഓഫ് ദ പ്രോഗ്രാം മാത്രമേ നമ്മൾ ആ ഒരു ഫ്ലോ ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പക്ഷേ മൈക്രോ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ ചെറിയ ഇൻഫർമേഷൻ വരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഫ്ലോ ചാർട്ടിനെയാണ് നമ്മൾ മൈക്രോ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലോ ചാർട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡോ ഗൈഡ് ലൈനോ റൂൾസോ സെറ്റ് ഓഫ് റൂൾസോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ എത്രത്തോളം ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ഫ്ലോ ചാർട്ടിൽ കൊടുക്കണമെന്നോ, അതായത് മാക്രോ ഫ്ലോ ചാർട്ടാണോ നമ്മുടെ പ്രോഗ്രാമിനോ നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ മൈക്രോ ആയിട്ടാണോ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസോ കാര്യങ്ങളോ ഇതുവരെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ it is depending upon the logic of the programmers or idea of the programmers. We need to build the micro flowchart or micro flowchart. Okay, ഇനിയിപ്പോൾ അത് ശരിക്കും ചെയ്യുന്നത് ഇപ്പോൾ പ്രാക്ടിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫ്ലോ ചാർട്ടിൽ ഏതൊരു പ്രോബ്ലം എടുത്താലും അതിന് കുറച്ച് ഭാഗമായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ ആ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഭാഗം, ഓക്കെ, എന്നിട്ട് കമ്പയർ ചെയ്യുന്ന ആ ഒരു ഭാഗം, അതായിരിക്കും ആ പ്രോഗ്രാമിനെ സംബന്ധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ആ ഭാഗത്തിന് നമ്മൾ കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലോ ചാർട്ടിന് നമുക്കൊരു മിക്സ് ഓഫ് മാക്രോ ആൻഡ് മൈക്രോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു മാക്രോ ഫ്ലോ ചാർട്ടാണ്. അതായത് ജസ്റ്റ് അവിടെ ആ ഫ്ലോ ചാർട്ടിൽ ആ ഒരു ബോക്സിൽ പറയുന്നത് ആഡ് മാർക്സ് ഓഫ് ഓൾ സബ്ജക്ട്സ് ഗിവിങ് ടോട്ടൽ, ഇത്രയേ പറയുന്നുള്ളൂ. എല്ലാ സബ്ജക്ട്സിൻ്റെയും മാർക്സ് കൂടെ കൂട്ടി ടോട്ടൽ എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുക, അത്ര മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ നമ്മളതിനെ മൈക്രോ ഫ്ലോ ചാർട്ട് ആക്കിയാൽ എങ്ങനെ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള ഈച്ച് ആൻഡ് എവരി ഇങ്ങനെയായിരിക്കും നമ്മൾ ശരിക്കും പ്രോഗ്രാമിൽ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലേ നമുക്ക് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈക്രോ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതിയേക്കുന്നത്, L = 1 ആക്കി, ടോട്ടൽ എന്ന് പറയുന്ന ആദ്യം 0 ആക്കി, ദെൻ ടോട്ടൽ = ടോട്ടൽ പ്ലസ് മാർക്സ് ഓഫ് L. ഓക്കെ, L എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, 1 ആണ്, ആദ്യത്തെ ആളുടെ മാർക്സ് നമ്മൾ ടോട്ടലിലോട്ട് ആഡ് ചെയ്തു. ദെൻ L = L+1. ഓക്കെ, നെക്സ്റ്റ് ആളുടെ എടുത്തു, L = L+1. L > 10, 10നേക്കാളും കൂടുതലാണോ, ആണെങ്കിൽ യെസ്, വീണ്ടും നമ്മൾ അടുത്ത ആളുടെ എടുക്കുന്നു. അല്ല എങ്കിൽ വീണ്ടും ടോട്ടൽ = ടോട്ടൽ ഓഫ് പ്ലസ് മാർക്സ് ഓഫ് L. അങ്ങനെ ഇത് അപ്പോൾ അതെന്താണ് ശരിക്കും 10 സബ്ജക്ട്സിൻ്റെയും മാർക്സ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്, അടുത്ത ആളുടെ അല്ല, അടുത്ത സബ്ജക്റ്റിൻ്റെ. ഓക്കെ, സോറി. അപ്പോൾ 10 സബ്ജക്ട്സിൻ്റെയും മാർക്സ് ആഡ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ L > 10 ആണ് എങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത സബ്ജക്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല എങ്കിൽ എന്താണ്, ടോട്ടൽ = വീണ്ടും ടോട്ടൽ പ്ലസ് മാർക്സ് ഓഫ് 1 ആണ് ചെയ്യുന്നത്, L ആണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്രോ ആൻഡ് മൈക്രോ. മാക്രോ എന്ന് പറഞ്ഞാൽ ലെസ് ഡീറ്റെയിൽസ് ആയിരിക്കും, മൈക്രോ എന്ന് പറഞ്ഞാൽ മോർ ഡീറ്റെയിൽസ് ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് ഫ്ലോ ചാർട്ടിങ്ങിന് വേണ്ടിയുള്ള റൂൾസ്? അതായത് ഞാൻ പറഞ്ഞു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് റൂൾസ് ഇല്ല എന്നേ ഉള്ളൂ, പക്ഷേ ഒരു ഫ്ലോ ചാർട്ട് ഇങ്ങനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടതെന്നുള്ള റൂൾസ് ഉണ്ട്. അതായത് സ്റ്റാൻഡേർഡായിട്ട് ലോകത്തെല്ലാ സ്ഥലത്തും ഫോളോ ചെയ്യേണ്ടത് ഇന്ന ഒരു ഗൈഡ് ലൈനാണ്, ഇന്ന ഒരു റൂളാണ് എന്നൊന്നില്ല.
പക്ഷേ നോർമലി ഒരു ഫ്ലോ ചാർട്ടിൽ ഇന്നൊക്കെയാണ് വേണ്ടത് എന്നുള്ള റൂൾസും ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ചാർട്ട് ദ മെയിൻ ലൈൻ ഓഫ് ലോജിക് ദെൻ ഇൻകോപ്പറേറ്റ് ഡീറ്റെയിൽ. അതാണ് പറയുന്നത്. നമ്മൾ ഫ്ലോ ചാർട്ടിങ്ങിൽ ആദ്യം മെയിൻ ലോജിക് എന്താണെന്നൊന്ന് ചാർട്ട് ചെയ്യുക, അതിന് ശേഷം അതിൽ ഈ ഡീറ്റെയിൽസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അതാണ് ഫ്ലോ ചാർട്ടിങ്ങിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. മെയിൻറ്റെയിൻ എ കൺസിസ്റ്റൻറ്റ് ലെവൽ ഓഫ് ഡീറ്റെയിൽ ഫോർ എ ഗിവൺ ഫ്ലോ ചാർട്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫ്ലോ ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഡു നോട്ട് ചാർട്ട് എവറി ഡീറ്റെയിൽ ഓഫ് ദ പ്രോഗ്രാം. ഈച്ച് ആൻഡ് എവറിത്തിങ് ഓഫ് ദ പ്രോഗ്രാം നമ്മൾ ഫ്ലോ ചാർട്ടിൽ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഫ്ലോ ചാർട്ട് അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യും. പെട്ടെന്നൊരാൾ വന്ന് നോക്കിയാൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണുകയും ചെയ്യും. സോ എ റീഡർ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഗ്രേറ്റർ ഡീറ്റെയിൽസ് ക്യാൻ റെഫർ ടു ദ പ്രോഗ്രാം ഇറ്റ് സെൽഫ്. അപ്പോൾ അതായത് നമ്മൾ ശരിക്കും മൈക്രോ ഫ്ലോ ചാർട്ടിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ പ്രോഗ്രാം തന്നെയായിരിക്കും നമ്മളവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊരു റീഡറിന് പോകണമെന്നുണ്ടെങ്കിൽ ഹീ ക്യാൻ റെഫർ ദ പ്രോഗ്രാം ഇറ്റ് സെൽഫ്, നോ നീഡ് ടു ഗോ ഫോർ എ ഫ്ലോ ചാർട്ട്. ഓക്കെ, ഇനി വേർഡ്സ് ഇൻ ദ ഫ്ലോ ചാർട്ട് സിമ്പിൾസ് ഷുഡ് ബി കോമൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ സിമ്പിൾസിനകത്ത് യൂസ് ചെയ്യുന്ന വേർഡ്സ് ഷുഡ് ബി വെരി സിമ്പിൾ. ദാറ്റ് മസ്റ്റ് ബി ഏബിൾ ടു എനിവൺ ഹൂ ഷുഡ് ബി ഏബിൾ ടു ഹൂ വിൽ ബി ഏബിൾ ടു റീഡ് ഇറ്റ്. ഓക്കെ, ഇനി അടുത്തത് ബി കൺസിസ്റ്റൻറ്റ് ഇൻ യൂസിങ് നെയിംസ് ആൻഡ് വേരിയബിൾസ് ഇൻ ദ ഫ്ലോ ചാർട്ട്. നമ്മളതിൽ യൂസ് ചെയ്യുന്ന നെയിംസും വേരിയബിൾസും എല്ലാം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഒരിടത്ത് പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കണം. പിന്നെ അതേ വേരിയബിളിന് നമ്മൾ വേറൊരു നെയിം കൊടുത്ത് ആ ഫ്ലോ ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്. ഇനി ഗോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ടോപ്പ് ടു ബോട്ടം ഇൻ കൺസ്ട്രക്റ്റിംഗ് ഫ്ലോ ചാർട്ട്സ്. ഫ്ലോ ചാർട്ട്സ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം അങ്ങനെയായിരിക്കണം നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. ഇനി കീപ് ദ ഫ്ലോ ചാർട്ട് ആസ് സിമ്പിൾ ആസ് പോസിബിൾ. വളരെ സിമ്പിളാക്കാൻ ശ്രമിക്കുക. ക്രോസിങ് ഫ്ലോ ലൈൻ ഷുഡ് ബി അവോയ്ഡഡ് ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ. മാക്സിമം നമ്മൾ അതായത് കൺട്രോൾ ലൈൻസ് ക്രോസ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ഫ്ലോ ചാർട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, if a new flow charting page is needed, it is recommended that the flow chart be broken at an input or output point. അപ്പോൾ നമ്മുടെ പേജ് ന്യൂ പേജ് വേണമെങ്കിൽ എന്താണ്, അവിടെ നമ്മൾ കണക്ടർ യൂസ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ കണക്ടർ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് ലേബൽ ചെയ്ത് കാണിച്ചിരിക്കണം, ബ്രോക്കൺ ചെയ്തിരിക്കണം. പ്രോപ്പർലി ലേബിൾഡ് കണക്ടേഴ്സ് ഷുഡ് ബി യൂസ്ഡ് ടു ലിങ്ക് ദ പോർഷൻസ് ഓഫ് ദ ഫ്ലോ ചാർട്ട് ഓൺ ഡിഫറെൻറ്റ് പേജസ്. ഓക്കെ, ഇനി എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ദ ഫ്ലോ ചാർട്ട്? ഇതൊക്കെ നമ്മുടെ ഈ 2 മാർക്സിനും ഒക്കെ ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പോയിൻറ്റ്സ് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്? എന്തൊക്കെയാണ്? ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ്. സോ നോക്കുന്ന ഒരാൾക്ക് വേഗം മനസ്സിലാകും. ഇനി പ്രോപ്പർ പ്രോഗ്രാം ഡോക്യുമെൻറ്റേഷൻ. ഈ ഫ്ലോ ചാർട്ട് നമുക്കുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോയിൽ നമുക്ക് വി ക്യാൻ ഡു ദ പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാം ഡോക്യുമെൻറ്റേഷൻ വളരെ എളുപ്പമാക്കാൻ ഫ്ലോ ചാർട്ട് സഹായിക്കും. ഇനി എഫിഷ്യൻറ്റ് കോഡിങ്. ഈ ഫ്ലോ ചാർട്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഫ്ലോ ചാർട്ട് കൊണ്ട് ഒരു എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കോഡ് ചെയ്യാനും പറ്റും. ഇനി സിസ്റ്റമാറ്റിക് ഡീബഗ്ഗിങ്. അപ്പം നമ്മൾ ഫ്ലോ ചാർട്ട് നോക്കിയാണ് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ എവിടെയെങ്കിലും ഒരു എറർ സംഭവിച്ചാൽ ഏത് ഭാഗത്താണ് എനിക്ക് എറർ സംഭവിച്ചതെന്ന് ഡീബഗ് എടുക്കാനും ഈസിയാണ്. സിസ്റ്റമാറ്റിക് ടെസ്റ്റിംഗ്. ഓക്കെ, ടെസ്റ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നതാണ് നമ്മുടെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഉദ്ദേശിച്ച പെർഫോമൻസ് നമ്മുടെ പ്രോഗ്രാമിന് കിട്ടുന്നുണ്ടോ, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ടെസ്റ്റിങ്ങിൽ ചെക്ക് ചെയ്യുന്നത്. സോ അതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട്? എന്തൊക്കെയാണ് ഫ്ലോ ചാർട്ടിൻ്റെ ലിമിറ്റേഷൻസ്? ഫ്ലോ ചാർട്ട്സ് ആർ വെരി ടൈം കൺസ്യൂമിങ് ആൻഡ് ലെബോറിയസ് ടു ഡ്രോ, എസ്പെഷ്യലി ഫോർ ലാർജ് കോംപ്ലക്സ് പ്രോഗ്രാംസ്. ഓക്കെ, അത് തന്നെയാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് ഇപ്പം മെയിനായിട്ട് വലിയ പ്രോബ്ലംസിന് നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോബ്ലത്തിന് നമ്മളൊരു ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ നിന്നാൽ ഇറ്റ് വിൽ ബിക്കം മോർ ആൻഡ് മോർ
കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വീണ്ടും ഇറ്റ് വിൽ ക്രിയേറ്റ് മോർ കയോസ് ഉള്ളി. ഓക്കെ, കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കത്തേ ഉള്ളൂ നമ്മളതൊരു ഫ്ലോ ചാർട്ടാക്കി മാറ്റുമ്പോൾ. ഇനി റീഡ്രോയിങ് എ ഫ്ലോ ചാർട്ട് ഫോർ ഇൻകോർപ്പറേറ്റിംഗ് ചേഞ്ചസ് ഓർ മോഡിഫിക്കേഷൻസ് ഈസ് എ ടെഡിയസ് ടാസ്ക്. അതടുത്ത പ്രശ്നം. അതായത് നമ്മൾ ഫ്ലോ ചാർട്ട് എല്ലാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞു, അതിന് ശേഷമാണ് നമുക്കൊരു ചേഞ്ച് അതിൽ വരുത്തണമെന്ന് തോന്നുന്നത്. സോ അപ്പോൾ എന്താണ്, വീണ്ടും നമ്മൾ ഒന്നേന്ന് ഈ ഫ്ലോ ചാർട്ട് ഇരുന്ന് ബിൽഡ് ചെയ്യേണ്ടി വരും അല്ലേ. സോ ചേഞ്ചസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരുത്തുക എന്ന് പറഞ്ഞാൽ ടെഡിയസ് ടാസ്ക്കാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ദെയർ ആർ നോ സ്റ്റാൻഡേർഡ്സ് ഡിറ്റർമിനിങ് ദ എമൗണ്ട് ഓഫ് ഡീറ്റെയിൽ ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ എ ഫ്ലോ ചാർട്ട്. നമ്മൾ ഫ്ലോ ചാർട്ടിൽ എത്ര ഇൻഫർമേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിനൊരു സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, എത്രത്തോളം ഡീറ്റെയിൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളതിന്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ലിമിറ്റേഷൻസ് ഓഫ് എ ഫ്ലോ ചാർട്ട്. ഇനി അടുത്തത്, നമ്മൾ അൽഗോരിതം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 3 മെത്തേഡ്സാണ് ഏതൊക്കെ? പ്രോഗ്രാംസ്, ഫ്ലോ ചാർട്ട്സ്, ദെൻ സ്യൂഡോ കോഡ്. അതിൽ ഫ്ലോ ചാർട്ട്സ് ആണ് നമ്മൾ പഠിച്ചത്, പ്രോഗ്രാംസ് നിങ്ങൾക്ക് അറിയാം. സോ ഫ്ലോ ചാർട്ട്സ് ആണ് പഠിച്ചത്. നൗ വി ആർ മൂവിങ് ഓൺ ടു സ്യൂഡോ കോഡ്. എന്താണ് സ്യൂഡോ കോഡ്? സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ ഫ്ലോ ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്തില്ലേ, ഫ്ലോ ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്തതിനെ നമ്മൾ ജസ്റ്റ് റീഡബിൾ ഫോമാറ്റിൽ, ജസ്റ്റ് നമുക്ക് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നമ്മളതിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനെയാണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്ത് നമ്മൾ എഴുതുന്ന, നമ്മുടെ ആ ഫ്ലോ ചാർട്ടിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. സോ ഈ പ്രോഗ്രാം പ്ലാനിങ്, ഈ സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോഗ്രാം പ്ലാനിങ് ടൂൾ വെയർ പ്രോഗ്രാം ലോജിക് ഈസ് റിട്ടൺ ഇൻ ആൻ ഓർഡിനറി നാച്ചുറൽ ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷ് പോലുള്ള നാച്ചുറൽ ലാംഗ്വേജ് യൂസ് ചെയ്ത് യൂസിങ് എ സ്ട്രക്ചർ ദാറ്റ് റിസംബിൾസ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസുമായിട്ട് ചേരുന്ന രീതിയിലുള്ള, അതായത് നമ്മുടെ പ്രോഗ്രാം കോഡുമായിട്ട് റിസംബിൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഴുതിയെടുക്കുന്ന, പക്ഷേ അത് നാച്ചുറൽ ലാംഗ്വേജ് ആയിട്ട് വായിച്ചെടുക്കാനും കഴിയുന്ന രീതിയിൽ നമ്മളൊരു പ്രോഗ്രാമിനെ എഴുതുന്നതിനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. സ്യൂഡോ മീൻസ് ഇമിറ്റേഷൻ ഓർ ഫോൾസ് ആൻഡ് കോഡ് റെഫേഴ്സ് ടു ദ ഇൻസ്ട്രക്ഷൻസ് റിട്ടൺ ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഹെൻസ് സ്യൂഡോ കോഡ് ഈസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ആക്ച്വൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ്. സോ അതായത് നമ്മൾ ശരിക്കും നമ്മുടെ പ്രോഗ്രാം കോഡിൽ വരുമ്പോഴത്തേക്കും ജസ്റ്റ് 2 letters 3 letters ഒക്കെയുള്ള വേർഡ്സ് ആയിട്ടായിരിക്കും നമ്മുടെ പ്രോഗ്രാം കോഡ്. പക്ഷേ കുറച്ചുകൂടെ അതിനെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ എഴുതി, ഓരോ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസിനെ എഴുതി ഉണ്ടാക്കുന്നതിനെയാണ് ശരിക്കും സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ എന്താണ്, ആ കോഡിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് മറ്റൊരു രീതിയിൽ എഴുതുന്നതിനെയാണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും അത് ഇറ്റ് ഈസ് എംഫസൈസിങ് ദ ഡിസൈൻ ഓഫ് ദ പ്രോഗ്രാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ സ്യൂഡോ കോഡിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രോഗ്രാം ഡിസൈൻ ലാംഗ്വേജ് PDL. ഓർമ്മിച്ചു കൊള്ളുക, എന്താണ് PDL എന്ന് ചിലപ്പോൾ ചോദിച്ചു കളയും. അപ്പം ജസ്റ്റ് ഈ സ്യൂഡോ കോഡ് തന്നെയാണ് PDL എന്ന് നിങ്ങൾ എഴുതിയിരിക്കണം. അതിൽ സ്യൂഡോ എന്താണ്, കോഡ് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഇനി സ്യൂഡോ കോഡ് കുറച്ചുകൂടെ ഈ അടുത്ത കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ സ്യൂഡോ കോഡ് എഴുതുന്നതെന്ന്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബേസിക് ലോജിക് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ്. ബേസിക് ലോജിക് കൺട്രോൾ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ബേസിക് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയും, ബേസിക് ലോജിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയും, ബേസിക് ലോജിക് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്നൊക്കെ പറയും. ഓക്കെ, സോ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഒരു ലോജിക് ഇപ്പം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ലോജിക് ആണെങ്കിൽ അതിനെ നമ്മൾ 3 രീതിയിലുള്ള ലോജിക് സ്ട്രക്ചേഴ്സ് ആയിരിക്കും നമ്മുടെ പ്രോഗ്രാമിൽ വരുന്നത്. ഓക്കെ, ഒന്നുകിൽ സീക്വൻസ് ലോജിക്, അല്ലെങ്കിൽ സെലക്ഷൻ ലോജിക്, അല്ലെങ്കിൽ ഇറ്ററേഷൻ ഓർ ലൂപ്പിംഗ് ലോജിക്. ഈ 3 ലോജിക്ക് വെച്ചാണ് നമ്മൾ ബേസിക്കായിട്ട് ഒരു പ്രോഗ്രാമിൻ്റെ ലോജിക്
എന്ന് പറയുന്ന ഈ മൂന്നിലേതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ മൂന്നും കാണും നിങ്ങളുടെ പ്രോഗ്രാമിൽ, ഇല്ലെങ്കിൽ ഇതിലേതെങ്കിലും രണ്ടെണ്ണമായിരിക്കും, ഇല്ലെങ്കിൽ ഒരെണ്ണമായിരിക്കും. ഓക്കെ, സോ പ്രോഗ്രാം സ്ട്രക്ചേർഡ് ബൈ യൂസിങ് ഓൺലി ദീസ് 3 ലോജിക് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് സ്ട്രക്ചേർഡ് പ്രോഗ്രാംസ്. ഈ 3 സ്ട്രക്ചേഴ്സ് മാത്രം വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രക്ചേർഡ് പ്രോഗ്രാംസ്. ഏതൊക്കെയാണ്? സീക്വൻസ് ലോജിക്, സെലക്ഷൻ ലോജിക്, ഇറ്ററേഷൻ ഓർ ലൂപ്പിംഗ് ലോജിക്. എന്താണ് സീക്വൻസ് ലോജിക്, എന്താണ് സെലക്ഷൻ ലോജിക്, എന്താണ് ഇറ്ററേഷൻ ലോജിക് ഓർ ലൂപ്പിംഗ് ലോജിക് എന്നൊക്കെ നെക്സ്റ്റ് സെഷനിൽ പറയാം. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ പ്രോഗ്രാംസിൽ ഇവ 3 മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് വി വിൽ നെയിം ഇറ്റ് ആസ് സ്ട്രക്ചേർഡ് പ്രോഗ്രാംസ്. ആൻഡ് ദ ടെക്നിക് ഓഫ് റൈറ്റിംഗ് സച്ച് പ്രോഗ്രാംസ് ഈസ് നോൺ ആസ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. ഓക്കെ, സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് പറയാൻ കാരണം എന്താണ്? ഈ ടെക്നിക്ക് മാത്രം യൂസ് ചെയ്ത് നമ്മൾ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. ഓക്കെ, സോ ആദ്യത്തേത് എന്താണ് സീക്വൻസ് ലോജിക്? സീക്വൻസ് ലോജിക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അവിടെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് വൺ ആഫ്റ്റർ ദ അനദർ ഒരു സീക്വൻസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ സീക്വൻസ് ലോജിക് എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് നിങ്ങളുടെ ഫ്ലോ ചാർട്ടിൽ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? പ്രോസസ് 1 ബോക്സ് കാണും, അത് കഴിഞ്ഞ് നമ്മുടെ സിമ്പൽ മറ്റേ കൺട്രോൾ സിമ്പൽ കാണും, ദെൻ പ്രോസസ് 2 കാണും, പ്രോസസ് 3 കാണും, താഴെ അതായത് സീക്വൻസ് ആയിട്ട് ഒന്നിന് ശേഷം അടുത്തത് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീക്വൻസ് ലോജിക് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് സ്യൂഡോ കോഡ് എഴുതിയേക്കുന്നത് കണ്ടോ? അങ്ങനെ ബോക്സ് ഒന്നുമില്ല, ജസ്റ്റ് പ്രോസസ് 1 പ്രോസസ് 2 ഇങ്ങനെ എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ബൈ ഡിഫോൾട്ട് വ്യക്തമാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാണ് രണ്ടാമത്തത് എന്ന്. ഓക്കെ, അതിനല്ലാതെ ആരോ ഇട്ടൊന്നും റെപ്രസെൻ്റ് ചെയ്യത്തില്ല സ്യൂഡോ കോഡിൽ. ഓക്കെ, നെക്സ്റ്റ് സെലക്ഷൻ ലോജിക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനൊരു മറ്റൊരു പേരാണ് ഡിസിഷൻ ലോജിക്. ഓക്കെ, ഒരു തീരുമാനത്തിൻ്റെ ബേസിസിൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോഡിൽ വ്യത്യാസം വരുത്തുന്നു. ഓക്കെ, അതിനാണ് നമ്മൾ ഈ സെലക്ഷൻ ലോജിക് അല്ലെങ്കിൽ ഡിസിഷൻ ലോജിക്ക് യൂസ് ചെയ്യുന്നത്. ഡിസിഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് മെയിൻലി ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന 3 തരത്തിലുള്ള പോപ്പുലറായിട്ടുള്ള ലോജിക് സ്ട്രക്ചേഴ്സാണ്, സെലക്ഷൻ ലോജിക് സ്ട്രക്ചേഴ്സാണ് ഇവ 3. ഇഫ് ദെൻ എൽസ്, ഇഫ് ദെൻ കേസ്. ഓക്കെ, 1 by 1 നോക്കാം. എന്താണ് ഇഫ് ദെൻ എൽസ്? ഇഫ് ദെൻ എൽസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഇഫ് കണ്ടീഷൻ കാണും. അതായത് ഇഫ് ആ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ട്രൂ ആണെങ്കിൽ, യെസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ദെൻ കണ്ടോ, ദെൻ എന്ന് പറയുന്ന ആ പ്രോസസ് എഴുതിയേക്കുന്നുണ്ടോ? പ്രോസസ് 1. നോ ആണെങ്കിൽ എൽസ് പ്രോസസ് 2. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും സീക്വൻഷ്യലി പോകുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സ്യൂഡോ കോഡ് നോക്കൂ. ഇഫ് കണ്ടീഷൻ, ദെൻ പ്രോസസ് 1, എൽസ് പ്രോസസ് 2, എൻഡ് ഇഫ് കണ്ടീഷൻ കഴിയുമ്പോൾ നമ്മൾ എൻഡ് ഇഫ് എന്ന് കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് സ്യൂഡോ കോഡ് എഴുതുന്നത്. ഇനി അടുത്തത് അപ്പോൾ ഇഫ് ദെൻ എൽസ് കണ്ടല്ലോ എല്ലാവരും. ഇനി അടുത്തത് സിംപ്ലി ഇഫ് ദെൻ സ്ട്രക്ചറാണ്. ഇഫ് ദെൻ എന്തായിരിക്കും അവിടെ? അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. എൽസ് തെറ്റാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. ഓക്കെ, ഇഫ് കണ്ടീഷൻ യെസ് ആണെങ്കിൽ ദെൻ പ്രോസസ് 1, നോ ആണെങ്കിൽ ഒന്നുമില്ല. ഓക്കെ, അതിൻ്റെ കറസ്പോണ്ടിങ് സ്യൂഡോ കോഡ് നോക്കൂ. ഇഫ് കണ്ടീഷൻ ദെൻ പ്രോസസ് 1, എൻഡ് ഇഫ്. ഓക്കെ, ഇനി എന്താണ് കേസ് സ്ട്രക്ചർ? എന്താണെന്നറിയാമോ? ഇവിടെ നമുക്ക് ഒരു കണ്ടീഷനല്ല ചെക്ക് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഇപ്പം നമുക്കൊരു വേരിയബിൾ ആയിരിക്കും ഉള്ളത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. പല കാര്യങ്ങൾ പല ടൈപ്പ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ടൈപ്പ് 1 കമ്പയർ ചെയ്യുന്നു, ടൈപ്പ് 2 കമ്പയർ ചെയ്യുന്നു, ടൈപ്പ് 3 കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്ത് ഏത് ടൈപ്പിൽ എത്തുമ്പോഴാണോ കണ്ടീഷൻ ട്രൂ ആവുന്നത് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എക്സിറ്റ് ചെയ്ത് അതിൽ നിന്ന് വരുന്നു. അതായത് ഇപ്പോൾ ടൈപ്പ് 1 ആണെങ്കിൽ പ്രോസസ് 1 എക്സിക്യൂട്ട് ചെയ്യും, കഴിഞ്ഞ് ഇറങ്ങി വരും. ഓക്കെ, ടൈപ്പ് 1 അല്ല, നോ ആണെങ്കിൽ ടൈപ്പ് 2 ചെക്ക് ചെയ്യും. അത് എസ് ആണെങ്കിൽ പ്രോസസ് 2, അല്ലെങ്കിൽ വീണ്ടും താഴോട്ട്, അങ്ങനെ ടൈപ്പ് N വരെ ചെക്ക് ചെയ്യും. ഓക്കെ, അതിൻ്റെ കറസ്പോണ്ടിങ് സ്യൂഡോ കോഡ് കണ്ടോ? കേസ് ടൈപ്പ് 1.
ഈ ടൈപ്പ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് 1 ചെക്ക് ചെയ്യും. ടൈപ്പ് 1 ആണെങ്കിൽ പ്രോസസ്സ് 1 ചെയ്യും. കേസ് ടൈപ്പ് 2 ആണെങ്കിൽ പ്രോസസ്സ് 2 എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ കേസ് ടൈപ്പ് n ആണെങ്കിൽ പ്രോസസ്സ് എൻ്റെ കേസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് സ്യൂഡോ കോഡ്. ഇനി അടുത്തത് മൂന്നാമത്തെ സ്ട്രക്ചർ എന്താണ്? ലോജിക് സ്ട്രക്ചർ എന്താണ്? ഇറ്ററേഷൻ ഓർ ലൂപ്പിംഗ് സ്ട്രക്ചറാണ്, ലൂപ്പിംഗ് ലോജിക്കാണ്. അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് സെവറൽ ടൈംസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയാണ് നമ്മൾ ഇറ്ററേഷൻ ഓർ ലൂപ്പിംഗ് ലോജിക്ക് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ലൂപ്സ് ഇൻ പ്രോഗ്രാം ലോജിക് വെൻ വൺ ഓർ മോർ ഇൻസ്ട്രക്ഷൻസ് മേ ബി എക്സിക്യൂട്ടഡ് സെവറൽ ടൈംസ് ഡിപ്പെൻഡിങ് ഓൺ സം കണ്ടീഷൻസ്. ഓക്കെ, അപ്പം അതായത് എന്തെങ്കിലും കണ്ടീഷൻ ട്രൂ ആയിരിക്കുമ്പോൾ നമുക്ക് ഒന്നോ അതിൽ കൂടുതലോ ഇൻസ്ട്രക്ഷൻസ് കണ്ടിന്യൂസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ ഇറ്ററേഷൻ ഓർ ലൂപ്പിംഗ് ലോജിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 മെയിൻ ലോജിക് സ്ട്രക്ചേഴ്സാണ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡു വൈലും ഒന്ന് റിപ്പീറ്റ് അൺടിലും. ഓക്കെ, ഇങ്ങനെ തന്നെ പഠിക്കുക. ഡു വൈൽ, റിപ്പീറ്റ് അൺടിൽ. ഡു വൈലിൽ എങ്ങനെയായിരിക്കും? കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ പ്രോസസ്സ് 1 മുതൽ പ്രോസസ്സ് n വരെ എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും, പ്രോസസ്സ് 1 മുതൽ പ്രോസസ്സ് n വരെ. വീണ്ടും കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടീഷൻ എപ്പോൾ ഫോൾസ് ആവുന്നോ അപ്പോൾ പുറത്തു വരും. ഓക്കെ, ഇതാണ് ഡു വൈൽ സ്ട്രക്ചർ. നമ്മളതിൻ്റെ കറസ്പോണ്ടിങ് സ്യൂഡോ കോഡ് നോക്കൂ. ഡു വൈൽ കണ്ടീഷൻ പ്രോസസ്സ് 1, അത് അപ്പോൾ ട്രൂ ആണെങ്കിൽ പ്രോസസ്സ് 1 മുതൽ n വരെ എക്സിക്യൂട്ട് ചെയ്യും. എൻ്റെ ഡു. ഓക്കെ, അപ്പോൾ ഫോൾസ് ആണെങ്കിൽ ഇതിലോട്ട് കയറില്ല. ഇനി അടുത്തത് റിപ്പീറ്റ് അൺടിൽ സ്ട്രക്ചറാണ്. എങ്ങനെയാണ് റിപ്പീറ്റ് അൺടിൽ? അതായത് ആദ്യമേ നമ്മൾ ഒരു തവണ പ്രോസസ്സ് 1 മുതൽ n വരെ 1 ടൈം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ ഈ റിപ്പീറ്റ് അൺടിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തവണ നമ്മൾ എന്തായാലും ഡെഫിനറ്റായിട്ട് പ്രോസസ്സ് 1 മുതൽ പ്രോസസ്സ് n വരെ എക്സിക്യൂട്ട് ചെയ്തിരിക്കും. ഓക്കെ, സോ പ്രോസസ്സ് 1 to n എക്സിക്യൂട്ട് ചെയ്തു, എന്നിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇവിടെ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ആവുന്നത്. ഫോൾസ് ആവുകയാണെങ്കിലാണ് വീണ്ടും പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ റിപ്പീറ്റ് അൺടിൽ എങ്ങനെയാണ്? റിപ്പീറ്റ് പ്രോസസ്സ് 1 to n അൺടിൽ കണ്ടീഷൻ. ഓക്കെ, സോ നമ്മുടെ എക്സാമ്പിൾ 6 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ്? ഒരു കുട്ടിയുടെ ഒരു ഫിമൈലായിട്ടുള്ള എത്ര സ്റ്റുഡൻസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് കിട്ടിയ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനുള്ള അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. അതിനെ നമുക്ക് എങ്ങനെ സ്യൂഡോ കോഡായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ അവിടെ എങ്ങനെയായിരുന്നു? ഫ്ലോ ചാർട്ട് നിങ്ങൾ എടുത്ത് വെച്ചിട്ട് ഇതുമായിട്ട് നോക്കുക. അപ്പോൾ ആദ്യം സെറ്റ് കൗണ്ട് ടു 0 ആക്കി. റീഡ് ഫസ്റ്റ് സ്റ്റുഡൻറ്റ് റെക്കോർഡ് റീഡ് ചെയ്തു. ഡു വൈൽ സെക്സ് കോഡ് ഈസ് നോട്ട് ഈക്വൽ ടു ഇസഡ്, അതായത് നമ്മുടെ ട്രെയിലർ റെക്കോർഡിലെ സെൻറ്റിനൽ വാല്യൂ ആണ് ഇസഡ് എന്നാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇസഡ് അല്ലെങ്കിൽ മാത്രമേ നമ്മൾ അടുത്തതിലേക്ക് കയറുള്ളൂ. ഇസഡ് ആണെങ്കിൽ കയറില്ല. സോ ഡു വൈലാണ് അവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സ്ട്രക്ചർ. അപ്പോൾ സെക്സ് കോഡ് ഇസഡ് അല്ലാത്തിടത്തോളം നമ്മൾ അതിൽ കയറി ഇത്രയും ഭാഗം, അതായത് റീഡ് നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് റെക്കോർഡ് വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കണ്ടോ? അത്രയൊരു ബ്ലോക്കിലാണ് ഇട്ടേക്കുന്നത്. സോ ഇനി അടുത്ത ഇഫ് സെക്സ് കോഡ് ഈസ് ഈക്വൽ ടു എഫ് ആണെങ്കിൽ, അതാണ് ഫിമെയിൽ ആണെങ്കിലാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് മുതൽ അതിൻ്റെ കറസ്പോണ്ടിങ് എൻഡിഫ് വരെ ഓരോ ഇഫും അതിൻ്റെ എൻഡിഫും കണ്ടോ എല്ലാവരും? എൻഡിഫ് കണ്ടോ? അതായത് ഈ ഇഫ് കഴിയുന്നത് ഇവിടെയാണ്, കണ്ടോ? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് അതേ ലെവലിൽ തന്നെ അതിൻ്റെ എൻഡിഫ്, ഈ ഇഫ് ആണെങ്കിൽ അത് കഴിയുന്നത് ഇവിടെയാണ്.
കാണിച്ചു തരാം. ഇത് ഇ എഫ് കഴിയുന്നത് ഈ എൻഡ് എഫിലാണ്, ഇ എഫ് കഴിയുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇ എഫ് കഴിയുന്നത് ഇവിടെയാണ്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഇഫിൻ്റെ ബ്ലോക്ക് കിടക്കുന്നത് അങ്ങനെയാണ്. സോ ഫിമെയിലാണെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, കാൽക്കുലേറ്റ് പെർസെൻറ്റേജ്. ഇനി പെർസെൻറ്റേജ് നമ്മൾ ചെക്കിങ് ആണ്, പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ആണോ എന്ന് നോക്കണം. ഓക്കെ, ദെൻ അത് ഓക്കെ ആണെങ്കിൽ എന്താണ്, പെർസെൻറ്റേജ് ലെസ് ദാൻ 60 ആണോ എന്നാണ് പിന്നെ ചെക്ക് ചെയ്യേണ്ടത്. അതും ഓക്കെ ആണെങ്കിൽ റൈറ്റ് ഔട്ട്പുട്ട് ഡേറ്റ ചെയ്യണം. പിന്നെ ആഡ് 1 ടു കൗണ്ട്, അങ്ങനെ ഒരാളെ കണ്ടു, അത് ആഡ് ചെയ്യണം, കൗണ്ടിലേക്ക് ആഡ് ചെയ്യണം. ദെൻ ബാക്കിയെല്ലാം ഇഫും ക്ലോസ് ചെയ്യണം. ഓക്കെ, സോ ഈ സ്യൂഡോ കോഡിൽ നമ്മൾ ഈ കൺട്രോൾ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്, നമ്മുടെ സീക്വൻസിന് ജസ്റ്റ് പ്രോഗ്രാംസ് 1 by 1 എഴുതിയാൽ മതി. പിന്നെ ലൂപ്പിങ്ങും സെലക്ഷൻ സ്ട്രക്ചേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇഫും ഡു വൈലും എല്ലാം കണ്ടല്ലോ എല്ലാവരും. സോ റീഡ് നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് എൻഡ് ഡു കഴിഞ്ഞു, അതായത് ഡു വൈൽ കഴിഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവസാനം റൈറ്റ് കൗണ്ട് വാല്യൂ റൈറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഇതാണ് സ്യൂഡോ കോഡിൻ്റെ സാമ്പിൾ. ഇനി എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് സ്യൂഡോ കോഡ്? So converting a pseudocode to a programming language is much more easier than converting a flowchart to a programming language. അല്ലേ? കാരണം വളരെ നമ്മുടെ പ്രോഗ്രാമുമായിട്ട് വളരെ സിമിലറായിട്ടുള്ള ലാംഗ്വേജിലാണ് നമ്മൾ സ്യൂഡോ കോഡ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പ്രോഗ്രാം ആക്കുന്നതായിരിക്കും ഈസിയർ. സോ റാദർ ദാൻ ഫ്ലോ ചാർട്ട്. ഇനി ആസ് കമ്പയർഡ് ടു എ ഫ്ലോ ചാർട്ട് ഇറ്റ് ഈസ് ഈസി ടു മോഡിഫൈ ദ സ്യൂഡോ കോഡ് ഓഫ് എ പ്രോഗ്രാം ലോജിക് വെൻ പ്രോഗ്രാം മോഡിഫിക്കേഷൻസ് ആർ നെസസറി. നമ്മൾ നേരത്തെ ഫ്ലോ ചാർട്ടിൻ്റെ ഡിസഡ്വാൻറ്റേജ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, അതായത് ഫ്ലോ ചാർട്ട് ഒന്ന് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഫുൾ ആ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ്, അതിൻ്റെ ഫുള്ള് നമ്മൾ വീണ്ടും ഒന്നേന്ന് അഴിച്ചു പണിയേണ്ടി വരും. പക്ഷേ ഇവിടെ അത്ര ഈസി അല്ല, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതുന്നതാണ്. വി ക്യാൻ റബ് ആൻഡ് റൈറ്റ്, അല്ലേ? ഇറ്റ് ഈസ് ഈസി. ഇനി റൈറ്റിംഗ് ഓഫ് സ്യൂഡോ കോഡ് ഇൻവോൾവ്സ് മച്ച് ലെസ് ടൈം ആൻഡ് എഫേർട്ട് ദാൻ ഡ്രോയിങ് ആൻഡ് ഇക്വലൻ്റ് ഫ്ലോ ചാർട്ട് ആസ് ഇറ്റ് ഹാസ് ഓൺലി എ ഫ്യൂ റൂൾസ് ടു ഫോളോ. അതായത് നമുക്കറിയാം ഫ്ലോ ചാർട്ടിന് കുറച്ച് സർട്ടൺ റൂൾസ് ഉണ്ട്. ഇന്ന ബോക്സ് ആയിരിക്കണം, ഇതിന് ഇന്ന ബോക്സാണ്, ഇതിന് ഇന്ന വരെയാണ് എന്നൊക്കെ ഉള്ള രീതികളുണ്ട്. അതിനനുസരിച്ച് നമ്മൾ വരയ്ക്കണം. പക്ഷേ സ്യൂഡോ കോഡിന് അങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. വി ക്യാൻ റൈറ്റ് ബൈ യൂസിങ് സിമ്പിൾ നാച്ചുറൽ ലാംഗ്വേജ്. അതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ഓൺലി ലെസ് ടൈം. ഇനി സ്യൂഡോ കോഡിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ഇൻ കേസ് ഓഫ് സ്യൂഡോ കോഡ് എ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രോഗ്രാം ലോജിക് ഈസ് നോട്ട് അവൈലബിൾ. നമ്മളിപ്പോൾ സ്യൂഡോ കോഡാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ വിൽ നോട്ട് ബി അവൈലബിൾ. അപ്പം എപ്പോഴും ഒരു പിക്ചറിൽ നോക്കുമ്പോഴായിരിക്കും നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ വേഗം മനസ്സിലാകുന്നത്, അല്ലേ? അതുകൊണ്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇല്ലാത്തതിൻ്റേതായ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എന്തിന്, സ്യൂഡോ കോഡിന്. ഇനി ദർ ആർ നോ സ്റ്റാൻഡേർഡ് റൂൾസ് ടു ഫോളോ യൂസിങ് ഇൻ സ്യൂഡോ കോഡ്. നമ്മൾ ഫ്ലോ ചാർട്ട് പോലെ തന്നെയാണ് ഒരു ലോകമെമ്പാടും നിലനിൽക്കുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല സ്യൂഡോ കോഡിന്. Different programmers use their own style of writing pseudocode and hence communication problem occurs due to lack of standardization. അത് സ്റ്റാൻഡർഡൈസേഷൻ ഇല്ലാത്തത് തന്നെയാണ് പ്രശ്നം. സ്റ്റാൻഡർഡൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് ലോകത്തുള്ള പല പ്രോഗ്രാമേഴ്സും അവരുടെ റൈറ്റിംഗ് സ്റ്റൈലിനനുസരിച്ചായിരിക്കും സ്യൂഡോ കോഡ് എഴുതുന്നത്. സോ ഇപ്പോൾ ഒരാൾ യൂസ് ചെയ്ത സ്യൂഡോ കോഡ് മറ്റൊരാളിന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. And for a beginner it is more difficult to follow the logic of or write pseudocodes as compared to flow charting. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലോ ചാർട്ടിങ് ആയിരിക്കും ഈസി. കാരണം അയാളുടെ മനസ്സിൽ വരുന്നതനുസരിച്ച് അയാൾ അതൊരു പിക്ചറിൽ റെപ്രസെൻ്റ് ചെയ്യാനായിരിക്കും അയാൾക്ക് കൂടുതൽ എളുപ്പം റാദർ ദാൻ മേക്കിംഗ് എ സ്യൂഡോ കോഡ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അത്രയും പോർഷൻസിൽ പഠിക്കാനുള്ളത്. ഇനി വരുന്നത് ഇനി ലാസ്റ്റ് പോർഷൻ, അതായത് ഫസ്റ്റ് മോഡ്യൂളിലെ നമ്മുടെ ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗ്ഗിങ് എന്ന് പറയുന്ന ഒരു പോർഷനും കൂടെ ഉള്ളൂ. അതോടുകൂടി ഈ മോഡ്യൂൾ തീരും. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, അടുത്ത ആഴ്ച ഫസ്റ്റ് ഡേ കൊണ്ട് ഞാൻ ഈ ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗ്ഗിങ് കൂടെ പഠിപ്പിച്ച് തീർക്കും. സോ നെക്സ്റ്റ് ട്യൂസ്ഡേ
ഓക്കെ, നെക്സ്റ്റ് ട്യൂസ്ഡേ ഞാൻ ഈ മോഡ്യൂളിൻ്റെ ഒരു എക്സാം നടത്തും. ഓക്കെ, എക്സാം മേ ബി ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആവാം, അല്ലെങ്കിൽ MCQ ആവാം. ഇറ്റ് മേ ഡിപ്പെൻസ് ഓൺ മൈ തിങ്കിങ്. ഓക്കെ, എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാനൊരു എക്സാം നടത്തും. എൻ്റെ പേപ്പറ് ഞാൻ പറയുന്ന ദിവസം കോളേജിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യേണ്ടിയും വരും. ഓക്കെ, സോ അതുകൊണ്ട് സീരിയസ് ആയിട്ട് തന്നെ എഴുതുക. ഫസ്റ്റ് മോഡ്യൂൾ ഫുള്ള് ഇതുവരെയുള്ള പോർഷൻസ്, ഇറ്ററേഷൻ വരെയുള്ള പോർഷൻസ് ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞു നിങ്ങൾക്ക്. അതുവരെയുള്ള പോർഷൻസ് ഈ ആഴ്ച കൊണ്ട് ഫിനിഷ് ചെയ്ത് വെക്കുക. ദെൻ മൺഡേ ഞാൻ ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ് കൂടെ പഠിപ്പിക്കും. അതും കൂടെ ചേർത്ത് ട്യൂസ്ഡേ എക്സാമാണ് ഈ ഫുൾ മോഡ്യൂൾ. ഓക്കെ, ഇന്ന് പഠിപ്പിച്ചതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുക. അതാണ് ഇന്നത്തെ അസൈൻമെൻറ്റ്. ഓക്കെ, താങ്ക് യു.